എൻ്റെ രംഗാവതരണ ചരിത്രമാണ്. അത് എൻ്റെ ചുമതലയായിട്ടാണ് വെച്ചിരുന്നത്. ഞാൻ 5 മിനിറ്റ് കൊണ്ടത് കഴിക്കുകയാണ്. അതിൻ്റെ കാരണം ഇപ്പം ഇന്നലെ ഇതിൻ്റെ ഒരു സുവനീർ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുക. അതിനകത്തെ ലേഖനങ്ങൾ, അതിൻ്റെ കണ്ടൻറ്റിനെ പറ്റിയൊക്കെ ഇന്നലെ ചർച്ചയുണ്ടായി രാത്രിയിൽ. അപ്പോൾ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു പഠനം അതാണ്, നളചരിതത്തിൻ്റെ സമഗ്രമായ ഒരു രംഗാവതരണ ചരിത്രം. അപ്പോൾ അതുകൊണ്ടത് ആ ലേഖനത്തിൽ വരുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനിപ്പോൾ ദീർഘമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, സമയം കളയുന്നില്ല. നമുക്ക് കഴിയുന്നതും ചൊല്ലിയാട്ടത്തിലേക്ക് വരണമെന്നുള്ളതുകൊണ്ടാണ്. ഞാനൊന്ന് ചുരുക്കി പറയാം. ഇപ്പോൾ ഇനി എനിക്ക് വളരെ പഠിക്കാനുള്ളൊരു വിഷയമാണത്. ഞാനിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാനത് ആ വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച് എൻ്റെ ഒരു പഠനം ഞാനത് തയ്യാറാക്കാമെന്ന് ഉറപ്പ് നൽകുകയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകങ്ങളിലാണ് നളചരിതം എഴുതപ്പെട്ടത്. ഉണ്ണായി വാര്യർ എഴുതിയത്. അന്ന് ഉണ്ണായി വാര്യർ ഇരിങ്ങാലക്കുടയിലാണോ ജീവിച്ചിരുന്നത് അതോ തിരുവനന്തപുരത്താണോ ജീവിച്ചിരുന്നത് എന്നുള്ള ഒരു തർക്ക വിഷയമാണ്. എന്തായാലും തിരുവനന്തപുരം ഭാഷയുടെ ഒരു ചെറിയ സ്ഫുരണങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി കുഞ്ചൻ നമ്പ്യാരുടെ മാതിരി കാലദേശങ്ങളെ സ്പർശിക്കുന്ന ഒരു കവിയല്ല അദ്ദേഹം. അതുകൊണ്ട് ഇപ്പം കുഞ്ചൻ നമ്പ്യാർ തിരുവനന്തപുരത്ത് വന്ന് ആദ്യം എഴുതിയ തുള്ളൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. സഭാപ്രവേശം, അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പ്രവേശിച്ച് ആദ്യം എഴുതിയ തുള്ളലാണിത് എന്ന് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. അതിനുള്ള തെളിവുകളൊക്കെ അതിനകത്തുണ്ട്. നായിവാരുടെ കാര്യത്തിൽ അത് അസാധ്യമാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഇവിടെ പല പ്രാവശ്യം അത് സൂചിപ്പിക്കേണ്ടി വന്നു. 1745 തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിനെ കളിപ്പിച്ച കഥകളുടെ കൂട്ടത്തിൽ നളചരിതമുണ്ട്. അതിനി ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതമാണോ എന്നുള്ളത്, ഇനി വേറെ വല്ല തമ്പുരാക്കന്മാരും വല്ല നളചരിതം എഴുതിയോ എന്ന് നമുക്ക് തീർച്ച പറയാനാവില്ല. ഇനി ആ നളചരിതം തന്നെ അത് 1-ാം ദിവസമാണോ 2-ാം ദിവസമാണോ ഏത് ദിവസമാണെന്നും നമുക്കതിനകത്ത് പിടിയില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നടത്തിയ കളികളുടെ രേഖകൾ പരിശോധിക്കുന്ന കുറച്ച് ജോലി ചെയ്തു. അപ്പോൾ കൊല്ലം 10-ാം ശതകം, അതായത് ഈ നൂറ്റാണ്ട്, ഈ പറഞ്ഞ നൂറ്റാണ്ട് 1725 മുതൽ 1825 വരെയുള്ള കാലഘട്ടത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കളിപ്പിച്ച കഥകളുടെയും കലാകാരന്മാരുടെയും ഒക്കെ വിവരങ്ങൾ ഈ മതിലകൻ രേഖകളിൽ നിന്ന് സുഖമായിട്ട് കിട്ടും. അത് വായിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പഴയ ലിപിയാണത്. അതാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ടിലെ ഞാൻ എടുത്തപ്പോൾ 2-3 സ്ഥലത്ത് ഈ നളചരിതം കടന്നു വരുന്നുണ്ട്. ആദ്യം വരുന്നത് 1745 അന്ന് മാർത്താണ്ഡവർമ്മ രാജ്യം ഭരിക്കുന്ന കാലമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിഞ്ഞു കഴിഞ്ഞു. അമ്പലപ്പുഴയൊക്കെ ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞു. തൃപ്പടിദാനവും കഴിഞ്ഞിരിക്കുന്നു. ആ കാലത്താണ് നളചരിതം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കളിപ്പിച്ചതായിട്ട് ഒരു തെളിവ് കാണുന്നത്. പിന്നെ ഇരുട്ടാണ്, ഒരു പിടിയില്ല അങ്ങോട്ടേക്ക്. പിന്നെ നമ്മൾ കേൾക്കുന്നത് നളനുണ്ണിയെക്കുറിച്ചാണ്. നളചരിതത്തിൻ്റെ അത് ഉത്രം തിരുനാൾ മഹാരാജ, അതായത് സ്വാതി തിരുനാളും കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മയുടെ കാലം കഴിഞ്ഞു. ഏതാണ്ട് 60 കൊല്ലക്കാലത്തോളം ആര് ഭരിച്ചു? കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചു. ധർമ്മരാജാവ് എന്ന് പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം. ഈ കാലത്തൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 ഉത്സവമുണ്ട്. അൽപ്പശി ഉത്സവം, മറ്റേ എന്താണ് പൈങ്കുനി ഉത്സവവും. 2 ഉത്സവമുണ്ട്. ഈ 2 ഉത്സവത്തിനും 10 ദിവസത്തെ കളികളുണ്ട്. ആ കളി അതിൽ ചെയ്ത കളികളിലെ അതിലേറ്റവും കൂടെ വരുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഒരു പുതിയ അറിവിനായിട്ട് ഞാൻ പറയുകയാണ്. അമ്പലപ്പുഴ കൃഷ്ണനാട്ടം, അമ്പലപ്പുഴക്കാരുടെ കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഗുരുവായൂർ കൃഷ്ണനാട്ടമല്ല. അമ്പലപ്പുഴ ദേവനാരായണൻ്റെ സംരക്ഷണയിൽ വളർന്നു വന്ന ഒരു കഥകളി തന്നെയാണ് ഈ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. അതായത് രാമനാട്ടത്തിന് ബദലായിട്ട് കൃഷ്ണകഥകളെ ചെയ്യുന്ന ഒരു സത്യം പറഞ്ഞാൽ ഈ കാർത്തിക തിരുനാൾ ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ്.
കാരണം ഈ രാജസൂയം എന്ന് പറയുന്ന ആട്ടക്കഥയിലെ അതിൻ്റെ വന്ദന ശ്ലോകവും അതിൻ്റെ തനാശി പാടുന്ന ശ്ലോകവും അമ്പലപ്പുഴ കൃഷ്ണനെ സ്തുതിക്കുന്ന ശ്ലോകമാണ്. എന്നിട്ട് അവസാനം നിങ്ങൾ എൻ്റെ അച്ചടി പാഠങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, എല്ലാത്തിൻ്റെ അവസാനം ശ്രീകൃഷ്ണായ നമ എന്നാണ്. ഒരിക്കലും ഒരു തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീപത്മനാഭായ നമ എന്നല്ല ശ്രീകൃഷ്ണായ നമ എന്ന് എഴുതുകയില്ല, ഉറപ്പാണ്. ഇതൊക്കെ അമ്പലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ഈ രാജസൂയ ഉൾപ്പെടെയുള്ള ആട്ടക്കഥകൾ അമ്പലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ഏതാണ് കൃഷ്ണ ആട്ടക്കഥകളാണ്. അപ്പം ഞാനൊന്ന് നിങ്ങളുടെ മനസ്സിലൊരു സംശയത്തിൻ്റെ തിരി കൊളുത്തുന്നതേ ഉള്ളൂ. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനത് വിടുകയാണ് ഇപ്പോൾ തൽക്കാലം. അപ്പം ഇങ്ങനെ കഥകൾ ധാരാളം, കോട്ടയം കഥകളുണ്ട്. വളരെ കളിപ്പിക്കുന്ന ഒരു കഥകളായിട്ട് കോട്ടയം കഥകൾ ആ കൂട്ടത്തിൽ കാണാം. നളചരിതം വളരെ അപൂർവമായിട്ട് രണ്ട് പ്രാവശ്യമേ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ നളചരിതത്തിൻ്റെ പേര് പരാമർശിച്ച് കാണുന്നുള്ളൂ. അതാ പറഞ്ഞത്. അപ്പം അങ്ങനെ കാർത്തിക തിരുനാൾ, അത് കഴിഞ്ഞ് കുറേ കാലം അവിട്ടം തിരുനാളിൻ്റെ കാലം, പിന്നെ കുറേ നാൾ റീജൻ്റ് ഭരണമാണ് അല്ലേ, മഹാറാണിമാർ ഭരിച്ചു. സ്വാതി തിരുനാൾ വന്നു. ആ സ്വാതി തിരുനാളിന് ശേഷം ഉത്തരം തിരുനാളിൻ്റെ കാലം. കഥകളിയെ ഏറ്റവും പരിപോഷിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാക്കന്മാരിൽ ഒരാളാണ് ഉത്തരം തിരുനാൾ. അദ്ദേഹത്തിൻ്റെ കാര്യക്കാരായിരുന്നു, വിചാരിപ്പുകാരായിരുന്നു മഹാനടനായ ഈശ്വരപിള്ള വിചാരിപ്പുകാർ. കഥകളിക്കാർക്ക് രാജ്യത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലും ഉദ്യോഗങ്ങൾ കൊടുത്ത് അവരെ വലിയ ആൾക്കാരെ, സമൂഹത്തിലെ വലിയ പദവികൾ നൽകി ആദരിച്ച ഒരു മഹാരാജാവാണ് ഉത്തരം തിരുനാൾ. അതാണ് ഈശ്വരപിള്ള വിചാരിപ്പുകാരുടെയൊക്കെ ഒരു പടം കണ്ടാൽ മഹാരാജാക്കന്മാർ ഇരിക്കുന്ന മാതിരി ഇരിപ്പൊക്കെ വാളും പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. ഈശ്വരപിള്ള വിചാരിപ്പുകാരുടെ ചിത്രങ്ങളൊക്കെ കാണുന്നത് വലിയ പദവിയാണ് കൊടുത്തത്, പ്രത്യേകിച്ച് ഈശ്വരപിള്ള വിചാരിപ്പുകാർക്ക്. അക്കൂട്ടത്തിലൊരാളാണ് രാജീവൻ്റെ നോട്ടം കണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്നാണല്ലേ? ഉണ്ടായി. നമ്മുടെ രാജാക്കന്മാർക്ക് അവരുടെ ഈ കളിഭ്രാന്തെന്ന് പറയുന്നുണ്ടല്ലോ, അത് അത്ഭുതകരമാണ്. അതിൻ്റെ ഒരുപാട് കഥകളുണ്ട്. ഇരിക്കട്ടെ. പിന്നെയാണ് നളനുണ്ണി, ഏറ്റുമാനൂർക്കാരനായ നമ്മുടെ ഇപ്പോഴത്തെ നളനുണ്ണിയുടെ പൂർവികൻ, നളനുണ്ണിയുടെ കാലം എന്ന് പറയുന്നത് അത് ഈശ്വരപിള്ള വിചാരിപ്പുകാരുടെ അതേ കാലത്ത് തന്നെയാണ്. നളനുണ്ണി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നളൻ്റെ പേരിലാണ് അറിയപ്പെട്ടത്. പിന്നെ ചില ദമയന്തി നാരായണപിള്ളയും ഹംസം കുഞ്ഞമ്പണിക്കരും ഒക്കെ ഉണ്ടായതായിട്ട് നമുക്കറിയാം നമ്മുടെ സമീപ ഭൂതകാലത്തിൽ. പക്ഷേ നളനുണ്ണിയെപ്പോലെ നളചരിതവുമായി ബന്ധപ്പെട്ട ഒരു നടസജ്ഞ വേറെയില്ല നമുക്കറിയാം. ഈ ഇട്ടിരാരിച്ച മേനോനെ, ഒളപ്പവണ്ണ മനയ്ക്കൽ ഇട്ടിരാരിച്ച മേനോനെ നളചരിതം ചൊല്ലിയാടിപ്പിക്കുന്നതിനായിട്ട് മനയ്ക്കൽ നിന്ന് അന്നത്തെ വലിയപ്പൻ നമ്പൂതിരിപ്പാട് വരുത്തിയതായിട്ടും അവിടെ വന്നിട്ട് പിന്നീട് രാവണ വിജയമോ ബാലി വിജയമോ ഒക്കെ ചൊല്ലിയാടിച്ചിട്ട് തിരിച്ചയച്ചതായിട്ടും ഒക്കെ ഒരു കഥയുണ്ട്. എന്താ അതിൻ്റെ പൊരുളെന്ന് എനിക്ക് പിടിയില്ല. പക്ഷെ ചൊല്ലി ആടിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം അന്നും ഒരു പക്ഷേ ഈ ഒന്നാം ദിവസം നളനുണ്ണി പ്രസിദ്ധനായ ഒന്നാം ദിവസത്തെ നളചരിതത്തിൻ്റെ പേരിലാണ്. ശരിക്ക് ഇത് നളചരിതത്തെ സംബന്ധിക്കുന്ന ഒരു വടക്കൻ പരാമർശം നമ്മൾ KPS മേനോൻ്റെ പുസ്തകത്തിലാണെങ്കിലും കാണുന്നത് കുഞ്ചിക്കർത്താവിൻ്റെ കാലത്തോടു കൂടിയാണ്. കുഞ്ചിക്കർത്താവ് നളചരിതം രണ്ടാം ദിവസത്തിൻ്റെ നളൻ്റെ അവതരണത്തിൽ വളരെ പ്രസിദ്ധനായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതാണ് വടക്കോട്ടുള്ള ആദ്യത്തെ ഒരു നളചരിതത്തിൻ്റെ രണ്ടാം ദിവസമാണ് വടക്കർക്ക് നളനുണ്ണിയുടെ കണ്ടുപഠിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. അതെ, കുഞ്ചിക്കർത്താവ് ഇത് നളനുണ്ണി ചെയ്യുന്നത് കണ്ടുപഠിച്ചു എന്നാണ് പറയുന്നത്, എന്നാണ് KPS മേനോൻ പറയുന്നത്. ഇത്രയൊക്കെ അക്കാൻ ആ ഒരു പഴയ കാലത്തെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ കേൾക്കുന്നത് നളൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് നളനല്ല, ബാഹുകനാണ്. ആരുടെ? സാക്ഷാൽ കുഞ്ചുകുറുപ്പിൻ്റെ ബാഹുകനാണ്. അത് തെക്ക് നിന്ന് വടക്കോട്ട് പോയതാണത്. നളചരിതം മുഴുവൻ ആദ്യം ചിട്ടപ്പെട്ടത് തെക്കൻ നാട്ടിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവും ഇല്ല. വടക്കർക്കത് ആദ്യം അത് അത്ര അഭിമതമായി തോന്നായ കാരണം കളരിച്ചിട്ടയുടെ ഒരു
അഭാവം അതിനകത്ത് കണ്ടതുകൊണ്ട് തന്നെയാണ്. കാരണം സാത്വികാഭിനയത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു കൃതി ആയതുകൊണ്ടാണത്. അങ്ങനെ ഈ കുഞ്ചുകുറുപ്പിൻ്റെ കാലത്ത് തന്നെ ഒരു പക്ഷേ എനിക്ക് സംശയമുണ്ടത്, KPS മേനോൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലെങ്കിലും കുറച്ചുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട പഠിക്കേണ്ട ഒരു വിഷയമാണത്. തീർച്ചയായിട്ടും മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കരെ നളചരിതം ബാഹുകൻ്റെ ഭാഗമെങ്കിലും ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു സ്പഷ്ടമാണ്. അങ്ങനെയാണ് മറ്റേ ശങ്കരപ്പണിക്കരെ, എവിടെ ഏത് ശങ്കരപ്പണിക്കർ? കാവുങ്കൽ ശങ്കരപ്പണിക്കരെ 64-ൽപ്പെട്ട് അറിയാലോ, ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ട് കൊച്ചിയിൽ നിന്ന് പുറത്തായി തിരുവിതാംകൂറിൽ വന്ന് മാത്തൂർ കളരിയിൽ വന്ന് മാത്തൂരിൻ്റെ കൂടെ ഏതാനും വർഷങ്ങൾ അവിടെ താമസിച്ച് തെക്കൻ നാട്ടിൽ ധാരാളം കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് ആണ് അദ്ദേഹവും നളചരിതം ചെയ്തു തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് നമുക്കറിയാവുന്ന സമീപ ഭൂതകാലത്തിലെ വലിയ നളന്മാരും ബാഹുകന്മാരും എന്നുള്ളത്. മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കരെ, അതുപോലെ കാവുങ്കൽ ശങ്കരപ്പണിക്കരെ, പിന്നൊന്ന് ഗുരു കുഞ്ചുകുറുപ്പ് അല്ലേ. ഇപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ തന്നെയുള്ള തോട്ടശങ്കരൻ നമ്പൂതിരിയോ അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്ന ഗുരു ചെങ്ങന്നൂർ രാമപിള്ളയോ ഒന്നും നളൻ്റെ പേരിലല്ല അറിയപ്പെടുന്നതെന്ന് നമുക്ക് അറിയാം. അവരുടെയൊക്കെ ഇപ്പോൾ ഗുരു ചെങ്ങന്നൂർ രാമപിള്ള തന്നെ തെക്കൻ ചിട്ടയിലുള്ള കഥകളി അഭ്യാസക്രമങ്ങൾ എഴുതിയപ്പോൾ നമ്മൾ രേഖപ്പെട്ട് കിട്ടുന്ന ആദ്യത്തെ ഒരു ആട്ടപ്രകാര പുസ്തകമാണത്, തെക്കൻ ചിട്ടയിലുള്ള. അതുകൊണ്ട് അതെങ്ങും നളചരിതം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അപ്പോൾ അതെന്താണ് ഇപ്പം അതുപോലെ തന്നെ ഏതാണ്ട് അതേ കാലത്ത് തന്നെ എഴുതപ്പെട്ട പന്നിശ്ശേരി നാണുപിള്ളയുടെ ഒരു പുസ്തകമുണ്ട്. ഏതാ? കഥകളി പ്രകാരം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതും കളരിച്ചിട്ടകളുടെ ഒരു രേഖപ്പെടുത്തലാണ്. അത്ഭുതകരമായ ഒരു പുസ്തകമാണത്. കാരണം അന്ന് ഇങ്ങനെ തെക്കൻ നാട്ടിലുള്ള വിവിധ വഴികളിൽ കിടങ്ങൂർ വഴി, തകഴി വഴി, കുറിച്ചി വഴി ഓരോ സമ്പ്രദായങ്ങളിലും കല്യാണ സുഗന്ധി എങ്ങനെ ചെയ്യുന്നു, കാലകേവധം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രേഖപ്പെടുത്തി വെച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം വളരെ ആധുനികമായ ചിന്ത ഉള്ള ഒരു സന്യാസിയായിരുന്നെങ്കിലും അപ്പോൾ മോഡേണായിട്ട് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഈ പന്നിശ്ശേരി നാണുപിള്ള. കരുനാഗപ്പള്ളി സ്വദേശിയാണ്. വലിയ ഗ്രന്ഥകാരനാണ് അദ്ദേഹം. മറ്റു പല വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ്. ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാണ്. ആയിരിക്കട്ടെ. അപ്പോൾ പക്ഷെ അദ്ദേഹവും നളചരിതം എന്ന് പറയുന്ന ഒരു കാര്യം അതിനകത്തില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, സമീപകാലത്ത് പന്മന രാമചന്ദ്രൻ നായരുടെ എൻ്റെ അധ്യാപകനാണ്, എൻ്റെ ഗുരുനാഥനാണ്. പന്മന രാമചന്ദ്രൻ നായർ സാർ എഴുതിയ നളചരിത ആട്ടപ്രകാരത്തിൽ ഈ നളചരിതത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് കേരള കലാമണ്ഡലമാണ്. അത് കളരി കയറ്റിയിട്ടില്ല. അത് പട്ടിക്കാന്തുളി രാമുണ്ണിമേനോൻ എൻ്റെ രൂപപ്പെടുത്തിയ ഒരു കളരി ആയതുകൊണ്ടാണ് അവിടെ നളചരിതം പഠിപ്പിക്കാത്തത്. രസം പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് അവരിത് ചെയ്യുന്നത് എന്നൊക്കെ വലിയ ആക്ഷേപങ്ങൾ ആ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഇന്നലെ അതിനെപ്പറ്റി ചർച്ചയുണ്ടായി. ഇത് നളചരിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിൽ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു വിമർശനമാണിത്. പക്ഷെ നമ്മുടെ ആശാന്മാർ പോലും വേണ്ടത്ര അതിനകത്തൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് സത്യം. പട്ടിക്കാന്തുടി രാവുണ്ണിമേനോനെയാണ് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ഈ പട്ടിക്കാന്തുടി രാവുണ്ണിമേനോനാണ് ആദ്യമായിട്ട് നളചരിതം കളരിയിൽ ചൊല്ലിയാടിച്ചത് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് പന്മന രാമചന്ദ്രൻ നായർ സാറ് ഇത് ചെയ്തിരിക്കുന്നത്. ആട്ടപ്പുസ്തകങ്ങൾ നോക്കിയാൽ, ഈ കഥകളി നടന്മാരുടെ ആചാര്യന്മാരുടെ ആട്ടപ്പുസ്തകങ്ങൾ നോക്കിയാൽ ആദ്യമായിട്ട് നമ്മൾ ഒരു ആട്ടപ്പുസ്തകത്തിൽ നളചരിതത്തിൻ്റെ ആട്ടപ്രകാരം എഴുതി വെച്ച ഒരു ആചാര്യനും ആര് തന്നെ? പട്ടിക്കാന്തുടി രാവുണ്ണിമേനോൻ തന്നെ. അത് നളചരിതം 2-ാം ദിവസമാണ്. കൊലേ വിലോചനയം മുതൽക്ക് പുഷ്കരൻ കഴിയുന്നവരെയുള്ള ഭാഗത്തിൻ്റെ ഏതാണ്ട് സമ്പൂർണമായ ഒരു ആട്ടപ്രകാരം ആണ് അദ്ദേഹം എഴുതി വെച്ചത്. പിന്നെ ബാഹുകൻ്റെ കുറച്ച് ഭാഗങ്ങളും ചില ആട്ടശ്ലോകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത് കളരിയിൽ ചൊല്ലിയാടിക്കുകയും ഒക്കെ ചെയ്തു വന്നു. ആദ്യമായിട്ട് കളരിയിൽ ചൊല്ലിയാടിച്ചത് എവിടെയാണ്? കേരള കലാമണ്ഡലത്തിലാണ്. അത് പട്ടിക്കാന്തൊടിയുടെ കളരിയിലാണ് എന്ന് നമുക്ക് ഈ ഉത്സവത്തിൽ
ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതായിരിക്കണം ഇതിൻ്റെ ഒരു ആത്യന്തിക ഫലങ്ങളിലൊന്ന് എന്ന് ഞാനിവിടെ ഒന്ന് പറഞ്ഞുകൊണ്ട്, അതിനുശേഷം വന്ന കലാമണ്ഡലം കൃഷ്ണൻ നായരെയൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ധാരാളം. കൃഷ്ണൻ നായരാശാനാണ് നളനെ ജനങ്ങളിലേക്ക് എത്തിച്ചത്, അതിന് സംശയമൊന്നുമില്ല. അത് പട്ടിക്കാന്തൊടിയുടെ ശിഷ്യനായതുകൊണ്ടാണ്, അതിന് സംശയമൊന്നുമില്ല. കുഞ്ചുകുറുപ്പിൻ്റെ ശിഷ്യനും കൂടാണ്. പട്ടിക്കാന്തൊടിയും കുഞ്ചുകുറുപ്പും കൂടെ ചേർന്ന ഒരു ഗുരുത്വമാണ് കൃഷ്ണൻ നായരെ മഹാനളനാക്കി മാറ്റിയത്. ഏറ്റവും വലിയ നളൻ ആര് എന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ നളനുള്ള ന്യൂനതകൾ പലതും, ആ നളനും ചില ന്യൂനതകളുണ്ടായിരുന്നു, നമുക്കറിയാതെ. ആട്ടങ്ങളിൽ വരുമ്പോൾ ആശാൻ ചില വേണ്ടാധീനങ്ങളിലേക്കൊക്കെ പൊക്കളയും. കളരിച്ചിട്ടയുടെ അതിൻ്റെ എല്ലാ ഇതിൽ നിന്നൊക്കെ പോകും. പക്ഷെ കളരിച്ചിട്ടയുടെ ആ സമ്പ്രദായ ശുദ്ധിയിൽ നിന്ന് പോകാതെ ഇതിൻ്റെ സാത്വികമായ ശുദ്ധി പരിപൂർണമായി നിലനിർത്തിക്കൊണ്ട് മാതൃകാ നളൻ ആരെന്ന് ചോദിച്ചാൽ അത് കലാമണ്ഡലം ഗോപിയല്ലാതെ മറ്റാരുമല്ല, അത് സംശയമൊന്നുമില്ല. പിന്നെ കലാമണ്ഡലം വാസുപിഷാരടി അതീവ ശുദ്ധമായ അത് വേറൊരു വഴിയാണത്. ഏതാ കുഞ്ചുനായരാശാനാണ് നളൻ്റെ അർത്ഥ നിഷ്കർഷ അതിലേറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള ആൾ കുഞ്ചുനായരാശാനാണ്. ആശാൻ്റെ കുറിപ്പുകൾ, നോട്ട് ബുക്കുകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. ഈ ചെയ്യുന്നതിനകത്തൊക്കെ ഉള്ള പിഴവുകൾ എന്താണ്, എങ്ങനെ ഇതിൻ്റെ അർത്ഥത്തെ നേരാംവണ്ണം അരങ്ങത്ത് കൊണ്ടുവരാം എന്ന് കാര്യമായി ചിന്തിച്ച ആൾ. ചിലതിലൊന്നും അദ്ദേഹം പലരോടും ശങ്കരക്കുറുപ്പിന് കത്തയക്കുന്നു, മുണ്ടശ്ശേരിക്ക് കത്തയക്കുന്നു, കുട്ടിക്കൃഷ്ണമാരാർക്ക് കത്തയക്കുന്നു. വരുന്ന മറുപടികളൊന്നും തൃപ്തികരമല്ല. ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ നോട്ട് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് അറിയാം. എത്രമാത്രം അദ്ദേഹം അതിനെപ്പറ്റി അന്നത്തെ നമുക്കറിഞ്ഞുകൂടാത്ത പല നമ്പൂതിരിപ്പാടന്മാരും ഒക്കെ ആയിട്ടുള്ള കത്തുകുത്തുകൾ, ഈ കഥകളി വെട്ടം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നോട്ട് ബുക്കുകളുടെ ഒരു പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ബാഹുകൻ വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പം ഇങ്ങനെ ഇവരെ ഈ വേണമെങ്കിൽ കുഞ്ചുക്കുറുപ്പ്, കലാമണ്ഡലം കൃഷ്ണൻ നായർ, വാഴയങ്കട കുഞ്ചുനായർ, ഈ 3 പേരാണ് വാസ്തവത്തിൽ ആധുനിക കാലത്തേക്ക് നളചരിതത്തെ നമുക്ക് സമ്മാനിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പലരുണ്ട്. ദമയന്തി ചെയ്ത കോട്ടക്കൽ ശിവരാമനെ അനുസ്മരിക്കണം. ആധുനികരായി ഇപ്പം ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അവരൊക്കെ എത്രയോ ഇതിനെ ഗോപിയാശാനിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നുവെന്ന് കാലം വേണം അതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കാൻ. അതിന് തീർച്ചയായിട്ടും അങ്ങനെ അതിൻ്റെ ഒരു സമഗ്രമായ ഒരു പഠനം മനസ്സ് തുറന്ന് എഴുതണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് സാധിക്കട്ടെ. ഞാൻ ആ വിഷയം അവസാനിപ്പിക്കും. ചെറിയ ചൊല്ലിയാട്ടമാണ് ഒരു കഷ്ണം. ഒന്നും ഞങ്ങൾ വന്നിട്ട് അത് ചെയ്യാതെ പോയി എന്ന് രാഷ്ട്രീയം വരുന്നത്. അതായത് സാർത്ഥവാഹൻ. ഇന്നലെ എപ്പോഴോ ഞാൻ സൂചിപ്പിച്ചു, ഈ സാർത്ഥവാഹൻ ഇന്ന് ചെയ്യുന്നത് ഒരു ബഫൂൺ വേഷമായിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അതല്ല, ഭംഗിയായിട്ട് ചൊല്ലിയാടാൻ കഴിയുന്ന, ഗൗരവം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം, അർഹിക്കുന്ന ഗൗരവത്തോടെ പച്ചവേഷത്തിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഒന്നറിയാൻ വേണ്ടിയിട്ട് സാർത്ഥവാഹൻ്റെ ആ പദം അതിവിടെ കണ്ണനാണോ അല്ല ആ സന്ദർഭം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് കാട്ടാളനിൽ നിന്ന് രക്ഷപ്പെട്ട് ദമയന്തി കാട്ടിൽ ഉഴന്ന് നടക്കുന്ന കാലത്ത് ഇന്നലെ നമ്മൾ ആ പദം പാടി കേട്ടു. ഏത്? ആരോടെൻ്റെ സ്വൈരക്കേടുകൾ ആകവേ ചെൽവു, അല്ലേ? അതിൻ്റെ അവസാനം പറയുന്നു, കാടൊടുങ്ങി ഇഹ തോട് കാണുന്നതൊരു തടിനിയോ. ഉണ്ണായിവാരുടെ പ്രയോഗത്തിൻ്റെ ഇഹ തോട് കാണുന്നത് ഒരു തടിനിയോ എന്ന് വെച്ചാൽ ചെറിയൊരു നദിയാണത് എന്നാണ്. ഇഹ തോട് കാണുന്നത്, തോടറിയാമല്ലോ അല്ലേ? ഇഹ തോട് കാണുന്ന, തോട് മറ്റേ പഴത്തിൻ്റെ തോടല്ല, നദി,
ചെറിയ പുഴ. തോട് കാണുന്നതൊരു തടിനിയോ ഇരുപാടും ആള് പലർ കൂടി നിൽപ്പതുണ്ട്. ഈ നദിയുടെ അക്കരയ്ക്കും ഇക്കരയ്ക്കും ആളുകൾ നിൽച്ചാൽ ഇങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെ. നടുവിലും, നദിയുടെ നടുവിലും ഉണ്ട് ആൾക്കാർ. നടുവിലും ഇവരാരോ പോൽ എന്ന് തീരെ പോയി ചെന്ന് ചോദിച്ച് അവരോടൊന്നിച്ച് ഒരേടം പോവാം. ഇതാണ് ഇത് തീരുന്നത്. അങ്ങനെ ഇങ്ങനെ തീർച്ചപ്പെടുത്തിയ ശേഷം ജനവാസമുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് ഈ സാർത്ഥവാഹ സംഘത്തിൽ ചേർന്ന് പോകാമെന്ന് തീരുമാനിച്ച് ദമയന്തി ചെല്ലുമ്പോഴാണ് ഈ സാർത്ഥവാഹൻ്റെ പ്രവേശം. അവിടെ ആ ശ്ലോകം വളരെ രസകരമായൊരു ശ്ലോകമാണത്. ഈ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, നളചരിതം നമ്മൾ പഠിച്ച പാഠങ്ങൾ മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നളചരിതത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ഒക്കെയില്ല. നമുക്ക് ഇതിനകത്ത് കണ്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, നമ്മൾ വായിച്ചിട്ടില്ലാത്ത, നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത രംഗങ്ങളിലേക്ക് കൂടി ചെന്നാലേ ഉണ്ണായി വാര്യരെ മുഴുവൻ അറിയാൻ കഴിയും. ഈ ശ്ലോകം നോക്കുക. കാരണം ഏവം സഞ്ചിന്യ കാണായൊരു തടിനി കടക്കുന്ന മാലോകരെ കണ്ട് ആവിർമോദാങ്കുരം, സന്തോഷം തോന്നി. മനുഷ്യരെ കണ്ടല്ലോ എന്നായി. ഇതുവരെ ഈ കാട്ടു ജന്തുക്കളുടെ ഇടയിലാണല്ലോ കഴിഞ്ഞത്. ആവിർമോദാങ്കുരം ചെന്നണയുമളവ് ഇമാം കേതി ചോദിച്ചതേകെ. അവരിലൊരുത്തൻ ചോദിച്ചു, നീ ഏതാ പെണ്ണേ എന്ന് ചോദിച്ചു. ഇമാം കേതി ചോദിച്ചതേകെ. പേ വന്നിടുന്നതെന്നാണ് ചിലർ. ഇതാ പേ വരുന്നു എന്നാണ് ചിലർക്ക് തോന്നിയത്. പെരുവഴി പോക്കത്തി നന്നന്ന് ഗേജിൽ, അത് കമൻ്റ് അടിയാണ്. ഇതാണ് ഇവിടെ കൊള്ളാമല്ലോ എന്നായി ചിലരുടെ പ്രസ്താവം. പെരുവഴി പോക്കത്തി നന്നന്ന് ഗേജിൽ ഭാവം നോക്കി. അപ്പം ആളുകളെല്ലാം കൂടെ ഇവളെ വളയുന്നത് കണ്ടപ്പോഴത്തേക്കും ആ സാർത്ഥവാഹ സംഘത്തിൻ്റെ തലവനായ ശുചി എന്നയാൾ ഭാവം നോക്കി ദയാവാൻ അവളോട് അഭിദധേ തസ്യ സാർത്ഥസ്യനാഥൻ. അതാണ് മാനേലിം കന്നികൾ മണി തവ മംഗലരൂപിണി മംഗലമേ എന്നാരംഭിക്കുന്ന പദം. ഇത് ഇവിടെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ആട്ടത്തോടു കൂടിയാണ് സാർത്ഥവാഹൻ ഈ കച്ചവട സംഘം ഒരു സ്ഥലത്തെ കച്ചവടം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. അപ്പം തൻ്റെ കൂടെയുള്ള ആൾക്കാരോട് എല്ലാം പാക്ക് ചെയ്യാനും എല്ലാം പണമെല്ലാം തിട്ടപ്പെടുത്തുന്ന കാര്യവും കച്ചവടം ലാഭമായിരുന്നു എന്നുള്ള ഒരു ചിന്തയും ഇത്തരം കാര്യങ്ങളൊക്കെ തൻ്റെ സംഘാംഗങ്ങളോട് അന്വേഷിച്ച് യാത്ര പുറപ്പെടുന്നതായിട്ട് കാണിക്കുമ്പോഴാണ് ദൂരെ ദമയന്തി ഈ അർദ്ധവസ്ത്രം ഉടുത്ത് മലിനയായി ദേഹം മുഴുവൻ ചേറുപുരണ്ട് ഭയന്ന് വിറച്ച് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പേ വരുന്നു എന്ന് തോന്നുമാറ്, അല്ലെങ്കിൽ അത്തരം ഒരു ഭ്രാന്തത്തി വരുന്നു എന്ന് തോന്നുമാറുള്ള ദമയന്തിയെ കാണുന്നതും അവളോട് അപ്പം പെട്ടെന്ന് സൈലൻ്റ് ആക്കി എല്ലാവരുടെ പറഞ്ഞു, നിർത്ത നിങ്ങളുടെ ഈ ഇത് അവസാനിപ്പിക്കുക. ഇതാ ഇവൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവൾ ഒരു കുലസ്ത്രീയാണ്. ഇവളോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ശാന്തരാക്കിയിട്ട് സാർത്ഥവാഹൻ ദമയന്തിയോട് സംസാരിച്ചു തുടങ്ങുന്നതാണ്. ദമയന്തി ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ കണ്ണൻ്റെ സാർത്ഥവാഹനും രാജീവൻ്റെ ദമയന്തിയുമായി ഏവം സഞ്ചിന്യ കാണായൊരു തടിനി കടക്കുന്ന മാലോകരെ കണ്ട് ആവിർമോദാങ്കുരം ചെന്നണയുമളവിമാം കേതി ചോദിച്ചിതേകേ നീടുള്ളിതില്ല പെരുവഴി പൊക്കത്തിനാൽ നെല്ലു കേജിൽ ഭാവം നോക്കി ദയാവാനവളൊടു അഭിദധേ
സാർത്ഥസ്യ നാഥ നദി കടക്കുന്ന കാര്യം അതിനെ ഉദ്യമിക്കുക തന്നെ. തന്റെ സംഘാംഗങ്ങളോട് പറയുന്നു, അല്ലേ, ഏറ്റവും നല്ല രത്നങ്ങളും മറ്റും എല്ലാം വഴിപോലെ നദി കടത്തുന്നതിന് തുടങ്ങിയാലും ഒന്നും നശിച്ചു പോകാതെ സൂക്ഷിക്കണം. വെള്ളത്തിൽ വീഴരുത്. കുതിരകളെ ശരിയാക്കുക. ആനകൾ
ഭടന്മാര് തുടങ്ങിയ എല്ലാവരും നദി നീന്തിക്കടക്കുന്നു. നദിയിൽ വലിയ ഒഴുക്കുണ്ടാകുന്നത് സൂക്ഷിച്ച് കടക്കണം. ഭാഗക്കെട്ടുകൾ സൂക്ഷിക്കണം. നദീതീരത്ത് അനേകം ഭടന്മാര് കൂടി നിന്ന് എന്താണ് ഇവർക്ക് പരിഭ്രമിക്കുന്നത്? ഇവർ പരിഭ്രമിച്ച് എന്താണ് പറയുന്നത്? അറിഞ്ഞുവാ. ദമയന്തിയെ കാണുന്നു. അത്ഭുതം. ഒരു സ്വർഗസ്ത്രീയെ പോലെ കാണപ്പെടുന്ന സ്വർഗസ്ത്രീ അല്ല, പാതി വസ്ത്രമുടുത്ത് ജടപിടിച്ച മുടിയും ശരീരമെല്ലാം പൊടിപുരണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പാദത്തിലും മറ്റും ചെളിപുരണ്ട് എങ്കിലും ഇവൾ നിസ്സാരയല്ല. ഏറ്റവും യോഗ്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആകാശത്തിൽ നിന്ന് താഴേക്ക് പതിച്ച ഒരു നക്ഷത്രമോ ആവട്ടെ, ഇവൾ ആരെന്ന് ചോദിച്ചറിയുക തന്നെ.
മാനേലും കണ്ണികൾ മണി തവ മാനേലും കണ്ണികൾ മണി തവ മാനേലോ കണ്ണികൾ മണി തവ മംഗള രൂപിണി മംഗള മംഗള രൂപിണി മംഗള താനേ നീക വന്നിടിന നീക വന്നിടിന നീക വന്നിടിന അത്ഭുത അത്ഭുത അത്ഭുതമേ അത്ഭുത അത്ഭുത അത്ഭുതമേ ശുഷ്ക കാനനെ ദുർഗതമേ ശുഷ്ക കാനന കാനന മേ ദുർഗത മേ കാനനെ ദുർഗതമേ ശുഷ്ക കാനനെ ദുർഗതമേ കഥയ കാസി നീയ പ്രതിമേ കഥയ കാസി നീ അപ്രതിമേ മനേലോ കണ്ണികൾ മണി തവ യോഷമാർമകുടഭൂഷയായൊരു നിൽ യോഷമാർമകൂട്ടഭൂഷയായൊരു നിൽ യോഷമാർമകുടഭൂഷയായൊരു നിൽ യോഷമാർമകൂട്ടഭൂഷയായൊരു നിൽ യോഷമാർമകുടഭൂഷയായൊരു നിൽ വേഷമെഴുതി തതിദയനീയോ വേഷമെഴുതി തതിദയനീയ വേഷമെഴുതി തതിദയനീയ ഭൂഷിത കിമസികേന ചിൽക്കമണി ഭൂഷിത കിമസികേന ചിൽക്കമണി ഭൂഷിത കിമസി കേന ചിൽക്കമണി
ഭൂഷിത കിമസി കേനചിൽ കമനീ ഭീഷിതാസി കിമു കഥനീയ ഭീഷിതാസി കിമു കഥനീയ ഭീഷിതാസി കിമു കഥനീയ ഋഷയേവ വചനൗ വിനാ വിശദം ഋഷയേവ വചനം വിനാ വിശദ ഋഷയേവ വചനൗ വിനാ വിശദ ഋഷിതേ ദിന തദനുമേയം പ്രോഷിതേതി ന തദനുമേയ ഋഷിതേ ദിന തദനുമേയം പ്രോഷിതേതി ന തദനുമേയ ശേഷമെല്ലൊടിത ശേഷവും പറകിൽ ശേഷമെല്ലൊടിത ശേഷവും പറകിൽ ശേഷമെല്ലൊടിത ശേഷവും പറകിൽ ശേഷ ഞാൻ വിപതി സുസഹായ യേശ ഞാൻ വിപതി സുസഹായ ശേഷ ഞാൻ വിപതി സുസഹായ യേശ ഞാൻ വിപതി സുസഹായ ശേഷ ഞാൻ വിപതി സുസഹായ മാനേലും കണ്ണികൾ മണി തവ വാജപേയ ബഹു വാജിമേധ മഗയ വാജപേയ ബഹു വാജിമേധ മഘ വാജപേയ ബഹു വാജിമേധ മഘ യാചി യാചകർക്കു സുരശാഖി യാജിയ ജഗർക്കു സുരശാഖി യാജിയ ജഗർക്കു സുരശാഖി യാജിയ ജഗർക്കു സുരശാഖി രാജമൗലി മണി ഭീമനിൽ ജനകൾ രാജമൗലി മണി ഭീമനിൽ ജനകൾ രാജമൗലി മണി ഭീമനിൽ ജനകൾ രാജമൗലി മണി ഭീമനിൽ ജനകൾ രാജമൗലി മണി ഭീമനിൽ
ജനകൾ രാജമൗലിമണി ഭീമനിൽ ജനകൾ ആജി ഭുവി വിജിത പ്രതിയോഗി ആജി ഭുവി വിജിത പ്രതിയോഗി ആജി ഭുവി വിജിത പ്രതിയോഗി വ്യാജദേവനഹൃതസ്വനായ നിഷധേശൻ ദയിതൻ എന്നനുരാഗി വ്യാജദേവനെ ഹൃദസ്വനായ നിഷധേശനൻ ദയിതൻ അനുരാഗി വ്യാജദേവനഹൃതസ്വനായ നിഷധേശനൻ ദയിതൻ അനുരാഗി വ്യാജദേവനെ ഹൃതസ്വനായ നിഷധേശനൻ ദയിതൻ അനുരാഗി വ്യാജദേവനഹൃതസ്വനായ നിഷധേശനിൽ ദയിതൻ അനുരാഗി വ്യാജദേവനെ രസസ്വനായ നിഷധേശനിൽ ദയിതൻ അനുരാഗി വ്യാജദേവനഹൃതസ്വനായ നിഷധേശനിൽ ദയിതൻ അനുരാഗി വ്യാജദേവനെ ഹൃതസ്വനായ നിഷധേശനൻ ദയിതൻ അനുരാഗി വ്യാജദേവനഹൃതസ്വനായ നിഷധേശനൻ ദയിതൻ അനുരാഗി ദേശയാത്രയിൽ വെടിൽനുമാ കുഹചിലാശു പോയി കുഹചിത വിവേകി ദേശയാത്രയിൽ വെടിഞ്ഞുമാം നിശയിലാശു പോയി കുഹജിൽ അവിവേകി ദേശയാത്രയിൽ വെടിൽനുമാം നിശയിലാശു പോയി കുഹജിത് അവിവേകി ദേശയാത്രയിൽ വെടിഞ്ഞുമാം നിശയിൽ ആശു പോയി കുഹജിൽ അവിവേകി ദേശയാത്രയിൽ വെടിൽനുമാം നിശയിലാശു പോയി കുഹജിൽ അവിവേകി ദേശയാത്രയിൽ വെടിഞ്ഞുമാം നിശയിൽ ആശു പോയി കുഹജിൽ അവിവേകി ദേശയാത്രയിൽ വെടിൽനുമാം നിശയിലാശു പോയി കുഹജിൽ അവിവേകി കാണാഞ്ഞിൽ കാന്തനെ ഞാൻ ഈക കാണാഞ്ഞിൽ കാന്തനെ ഞാനിഹ കാണാഞ്ഞിൽ കാന്തനെ
നാഥനെ ഞാനിക കാണാഞ്ഞൻ കാന്തനെ ഞാനിക കാനനമെങ്ങു ഉഴന്നു ചിരം കാനനമെങ്ങും ഉഴന്നു ചിരം കാനന എങ്ങോ ഉഴന്നു ചിര കാനനമെങ്ങും ഉഴന്നു ചിരം വളരെ വിഷമിച്ചാണ് മതിയെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ രംഗം മുഴുവൻ കാണാൻ പറ്റുമല്ലോ. ഇത് ഇവര് ആദ്യമായിട്ട് ചെയ്യുക ഇവരെ കണ്ണനാകട്ടെ രാജീവനാകട്ടെ ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമുക്ക്. ആട്ടമൊക്കെ ഒന്ന് വ്യവസ്ഥപ്പെടുത്തി ഒന്നുമല്ല ചെയ്തത്. എന്നിട്ട് പോലും എന്താ ഇതിൻ്റെ ഈ രംഗത്തിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് രാജീവൻ അസാധ്യമായി കേട്ടോ. ദമയന്തിയെ കണ്ടു എന്ന് പറയാം. ആണ് ഉണ്ണായിവാരുടെ വാക്കിൻ്റെ ശക്തി അതാണ്. അത് മധുവും നെടുമ്പള്ളിയും കൂടെ അത് അതിൻ്റെ ഭാവം മുഴുവൻ പകരാൻ ഒക്കെ നന്നായി. എല്ലാവരും നന്ദനും ഒക്കെ യോജിച്ചു അതിൻ്റെ കൂടെ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഒന്ന് അതിൻ്റെ ഒരു ആട്ടം എഴുതി ഉണ്ടാക്കി രംഗത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഭാവപുലിമ എന്താണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം നമ്മളിത് ചെയ്തതാണിത്. അടുത്ത വരികളൊക്കെ ഇതിനേക്കാൾ അതാണ് നമ്മളെ വല്ലാതെ മനസ്സ് കരഞ്ഞു പോവും, കണ്ണ് നിറഞ്ഞു പോവും. അടുത്ത ചരണം ദമയന്തിയുടെ ചരണത്തിൽ ഞാൻ രാജീവൻ നന്നായി എന്ന് പറയും. രാജീവൻ്റെ മാത്രം വിടുകല്ല, അത് ഉണ്ണായിവാരുടെ കൂടെ ആ വരികളുടെ ശക്തിയാണത്. അത് ആ സന്ദർഭത്തിൻ്റെ ഇതുകൂടെയാണത്. അപ്പം നമുക്കിനി വളരെ ദുഃഖത്തോടെയാണെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. എനിക്കിവിടുന്ന് വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. അതാണ് എൻ്റെ ഒരവസ്ഥ.